السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. ഭാഗം 25. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ ഹബീബായിരുന്നു മഹാനായ അമീറുൽ മുഅ്മിനീൻ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ മുഹിബ്ബും ഏറ്റവും വലിയ ഹബീബായിരുന്നു. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന സമയത്ത് തൻ്റെ ശിഷ്യന്മാരോട്, തൻ്റെ ചുറ്റുഭാഗത്തുള്ള കുടുംബക്കാരോടും അനുയായികളോടും വസിയത്ത് ചെയ്യുന്നു. എന്താണ് വസിയത്ത് ചെയ്യുന്നത്? ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇദാ മിത്തു വഫറഗ്തു മിൻ ജിഹാസി ഫഹ്മിലൂനി. ഞാൻ മരണപ്പെട്ട് എൻ്റെ മയ്യത്ത് പരിപാലനക്കല കഴിഞ്ഞാൽ എൻ്റെ മയ്യത്തിനെ നിങ്ങൾ കൊണ്ടുപോകണം. എവിടെ കൊണ്ടുപോകണം? ഹത്താ തഖിഫു ബാബൽ ബൈത്തില്ലദീ ഫീഹി ഖബ്റുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഖബർ ഷരീഫുള്ള ആ റൂമിൻ്റെ വാതിലിൻ്റെ അടുത്ത് കൊണ്ടുപോയി എൻ്റെ മയ്യത്തിനെ വെക്കണം. വാതിലാണെങ്കിലോ ബന്ധാക്കപ്പെട്ടതാണ്, അത് ബന്ദ് ചെയ്യപ്പെട്ടതാണ്, വാതിൽ അടച്ചിട്ടുള്ളതാണ്. ആ അടച്ചിട്ടുള്ള വാതിലിൻ്റെ അടുത്ത് എൻ്റെ ജനാസ കൊണ്ടുപോകണം എന്നവിടെ വെച്ച് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു. എന്നിട്ട് പിന്നെ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറയുന്നു, എന്നിട്ട് വഖൂലു, നിങ്ങൾ പറയണം, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂൽ സലാം പറയണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറഞ്ഞിട്ട് ഹാദാ അബൂബക്കറുൻ യസ്തഅ്ദിനു, ഇതാ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇവിടെ വന്നിട്ടുണ്ട്, നിങ്ങളുടെ അടുത്ത് മറവ് ചെയ്യാൻ സമ്മതം ചോദിക്കുന്നു എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നിങ്ങൾ സമ്മതം ചോദിക്കണം. എന്നിട്ട് ഫൈൻ അദിനലക്കും വഫുതിഹൽ ബാബ്, സമ്മതം കിട്ടി വാതിൽ തുറക്കപ്പെട്ടാൽ നിങ്ങൾ എന്താക്കണോ? ഫദ്ഖിലൂനി, എൻ്റെ ജനാസ ആ റൂമിൻ്റെ ഉള്ളിൽ കടത്തി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പരിശുദ്ധമായ ഖബർ ഷരീഫിൻ്റെ അടുത്ത് ഫദ്ഫനൂനി, നിങ്ങൾ എന്നെ എന്താക്കണം? മറവ് ചെയ്യണമെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വസിയത്ത് ചെയ്യുക. വൈലം യൂദൻ ലക്കും, നിങ്ങൾക്കങ്ങനെ സമ്മതം കിട്ടില്ലെങ്കിൽ ഫഅഖ്രിജൂനി ഇലൽ ബഖീ, എന്നെ നിങ്ങൾ ജന്നത്തുൽ ബഖീയിൽ കൊണ്ടുപോയി മറവ് ചെയ്യുക. സാധാരണ എല്ലാവരെയും മറമാടുന്ന ആ സ്ഥലത്ത് വെച്ച് എന്നെ മറവ് ചെയ്യുക. അതേസമയത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സമ്മതം കിട്ടിയാൽ നിങ്ങൾ എൻ്റെ ജനാസ അവിടെ മറവ് ചെയ്യണമെന്ന് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൻ്റെ കുടുംബക്കാരോട് വസിയത്ത് ചെയ്യുന്നു. ആ സമയത്ത് ബഹുമാനപ്പെട്ട സ്വഹാബത്ത് അതുപോലെ തന്നെ ചെയ്തു. അവരതാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജനാസ കൊണ്ടുപോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബർ ഷരീഫുള്ള ആ റൂമിൻ്റെ മുമ്പിൽ അതാ ആ പരിശുദ്ധമായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജനാസ വെച്ചു. എന്നിട്ട് അവർ സലാം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഹാദാ അബൂബക്കറുൻ ഫിൽ ബാബ് ഫലമ്മാ വഖഫു ബിൽ ബാബി വഖാലു ഹാദാ സഖതൽ ഖഫ്ലു വൻഫതഹൽ ബാബ്. സുബ്ഹാനല്ലാഹ്. അവർ പറഞ്ഞു, ഇതാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വാതിലിൻ്റെ അടുത്തുണ്ട് നബിയെ, തങ്ങ അബൂബക്കർ റളിയല്ലാഹു അൻഹു അവിടെ മറവ് ചെയ്യാൻ സമ്മതം ചോദിക്കുന്നു എന്ന് പറയലോടുകൂടി വാതിൽ തുറന്നു കിട്ടി. അടക്കപ്പെട്ട ആ വാതിൽ തുറന്നു. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നൊരു ശബ്ദം കേട്ടു. എന്താണ്? അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്, ആ ഹബീബിനെ, എൻ്റെ ഹബീബിനെ തൻ്റെ ഹബീബിലേക്ക് നിങ്ങളൊന്ന് കടത്തിക്കോ. ഫൈനൽ ഹബീബ ഇലൽ ഹബീബ് മുഷ്താഖുൻ, മുഷ്താഖ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ആ ഖബർ നബി തങ്ങളിൽ നിന്ന് ശബ്ദം കേൾക്കുന്നു. എന്താണ്? അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്, ഹബീബിനെ ഹബീബിൻ്റെ അടുത്തേക്ക് കടത്തുക. ഹബീബിനെ കാണാൻ വലിയ കൊതിച്ചിരിക്കുന്നു, വലിയ ആഗ്രഹിച്ചിട്ടിരിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഖബറിൻ്റെ ഉള്ളിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജനാസയെ കടത്തുക, അതെൻ്റെ ഹബീബാൻ, എൻ്റെ ഹബീബിനെ കാണാൻ ഞാൻ ആഗ്രഹിച്ചിരിക്കുന്നു.
കൊതിച്ചിട്ടിങ്ങനെ ബാക്കി നിൽക്കുന്നതാണ്. അതുകൊണ്ട് എൻ്റെ ഹബീബിനെ എൻ്റെ അടുത്ത് മറവ് ചെയ്യുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൂമിൻ്റെ ഉള്ളിൽ, ആ ഖബർ ഷരീഫിൻ്റെ ഉള്ളിൽ നിന്ന് ശബ്ദം കേൾക്കലോടുകൂടി സ്വഹാബത്ത് അതാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജനാസ കൊണ്ടുപോയി മറവ് ചെയ്യുന്നു. ഇതാണ് ആ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റഹ്മത്ത്, അല്ലാഹു അവിടുത്തെ ശഫാഅത്ത് നമുക്കും ഈ ദുനിയാവിലും ആഖിറത്തിലും നൽകുമാറാകട്ടെ. ആമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.